കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം ചേളാരി സ്വദേശിയായ 11 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, ഇത് നേരത്തെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കുട്ടിയാണോ ഇത്? അരുൺകുമാർ, അല്ല. ഈ കുട്ടി മലപ്പുറം ചേളാരിയിലാണ്. നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടി താമരശ്ശേരി കോരങ്ങാടാണ്. ഈ കുഞ്ഞിനെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗലക്ഷണങ്ങളുമായി പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് മൈക്രോബയോളജി ലാബിൽ പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് കുഞ്ഞിന് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. അതേസമയം ഏതാണ് ഈ രോഗത്തിന്റെ ഉറവിടം, ഈ കുഞ്ഞിന് എങ്ങനെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട മറ്റു പരിശോധനയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കുഞ്ഞിനെ കൂടാതെ മറ്റ് 2 പേർ കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളത്. അതിലൊന്ന് 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. ഈ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് കുഞ്ഞുള്ളത്. ഒപ്പം തന്നെ അന്നശ്ശേരി സ്വദേശിയായ ഒരു യുവാവും ചികിത്സയിലുണ്ട്. ഇവരുടെയും എവിടെ നിന്നാണ് ഈ രോഗം വന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ താമരശ്ശേരിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് ഒരു 9 വയസ്സുകാരിയാണ്. ഈ കുഞ്ഞിന്റെ സഹോദരനും ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ആദ്യഘട്ടത്തിൽ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. ഈ കുട്ടിയുടേതും തിരുവനന്തപുരത്തേക്ക് സ്രവം അയച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധന കൂടി ഇനി വരാനുണ്ട്. ഏതായാലും അല്പം ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒന്ന് താമരശ്ശേരിയിലാണെങ്കിൽ മറ്റൊന്ന് സംഭവിച്ചിരിക്കുന്നത് ചേളാരിയിലാണ്. താമരശ്ശേരിയിൽ 9 വയസ്സുള്ള കുട്ടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ഇവിടെ ഇപ്പോൾ 11 വയസ്സുള്ള മറ്റൊരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് ചേളാരിയിലാണ്. ആശങ്കയേറുകയാണ്. കലക്കവെള്ളത്തിൽ, അഴുക്കുള്ള വെള്ളത്തിൽ ഒരു കാരണവശാലും പോയി നിങ്ങളുടെ കുട്ടികളെ കുളിക്കാൻ അനുവദിക്കരുത്. അമീബിക് മസ്തിഷ്ക ജ്വരം പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്.